എനിക്ക് സച്ചിയോട് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അയ്യോ, എന്തുപറ്റി? പെട്ടെന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ. സോറി, ഞാൻ സച്ചിയോട് പലപ്പോഴും സംസാരിച്ചെങ്കിലും ഒന്നും പൂർണ്ണമായി സംസാരിക്കാൻ പറ്റിയില്ല. ഖദർ മണ്ഡപത്തിൽ കയറുന്നതിന് മുൻപ് സച്ചിയോട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അതിനാ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞത്. ആ ഷുവർ, പിന്നെന്താ? തനിക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, കേൾക്കാൻ ഞാൻ റെഡിയാ. ഇനിയിപ്പൊ കാണുന്നാണെങ്കില്. ശ്രീ, നിന്നിത് ആന്റി വിളിക്കുന്നു, പെട്ടെന്ന് ചെല്ലാൻ അത്യാവശ്യമാണെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, താൻ ബിസിയാണെങ്കിൽ പിന്നെ സംസാരിക്കാം നമുക്ക്. സീ യു ലേറ്റർ ശ്രീലക്ഷ്മി. എന്റെ പുതിയ ജീവിതത്തിലേക്ക് തനിക്ക് സുസ്വാഗതം. താനധികം സംസാരിക്കാത്ത ആളാണെന്നറിയാം. എന്തായാലും ഇനിയൊരു ജീവിതം മുഴുവൻ നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ. എല്ലാം സംസാരിക്കാനും സമയമുണ്ട്. അപ്പൊ സന്തോഷത്തോടെ ഉറങ്ങിക്കോളൂ. ശ്രീലക്ഷ്മി, ആക്ച്വലി ശ്രീലക്ഷ്മി, ലവ്. ശ്രീലക്ഷ്മി, വേഗം വരാൻ. ആന്റി വിളിക്കുന്നു, അർജന്റാ. ഫോൺ വെക്കുന്നേ. സോറി ശ്രീ, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. ഐ ആം സോ സോറി. മാപ്പ്. ഈ രാത്രിയോടെ എല്ലാം കഴിയും കൃഷ്ണ. രവിശ്രീ അനുരാഗ കഥ ഇന്നത്തോടെ അവസാനിക്കും. എനിക്കെല്ലാം സച്ചിയോട് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അത് സച്ചിയെ ചതിക്കുന്നതിന് തുല്യാവും. എനിക്ക് പറയണം, പറഞ്ഞേ പറ്റൂ. സുദർശൻ ചേട്ടൻ സാധിക്കുന്നു. എന്താ സുദർശൻ ചേട്ടാ ബോർഡിൽ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഏത് വിവാഹത്തിന് പോയാലും അവിടെ പയ്യന്റെയും പെൺകുട്ടിയുടെയും പേരെഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഇനി എന്നാണ് എന്റെ മോളുടെയും പയ്യന്റെയും പേരിങ്ങനെ മനോഹരമായി എഴുതി വെക്കണേന്ന് ആലോചിച്ച് ഇന്നാ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുക. എന്റെ എത്രയോ നാളത്തെ ആഗ്രഹമാണ് ഈ കാണുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ അകത്തോട്ടി വന്നട്ടെ. ചെല്ലേ ചെല്ലേ. ബോർഡ് നോക്കി ആസ്വദിച്ചു നിന്നോ. നടക്കട്ടെ നടക്കട്ടെ, ഒടുവിൽ ഈ ബോർഡ് മാത്രമേ കാണൂ സന്തോഷിക്കാൻ. എന്താ സുദർശൻ ചേട്ടാ, സ്പെല്ലിംഗ് ശരിയാണെന്ന് നോക്കുകയാണോ ചേട്ടൻ? ഡിക്ഷണറി ഒന്നും കൊണ്ടുവരണ്ടല്ലോ അല്ലേ?
ആ പപ്പി, നീ എവിടെ നിൽക്കുന്നേ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരി. നമസ്കാരം സാർ. നമസ്കാരം. രാജാറാം സാർ നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. നോക്കണം സാർ, സാറത് കണ്ടോ? മോളുടെയും മരുമോന്റെയും പേര് അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാ. അടിപൊളിയായിട്ടുണ്ടല്ലേ? നന്നായിരിക്കും അല്ലേ രാജാറാം? ആ കൊള്ളാം. ആ എന്നാ കയറിയിരിക്കും സാർ. ഓഫീസിൽ നിന്ന് കുറച്ചു പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഓ പുള്ളി വരൂലല്ലേ? ഹായ് സർ, ഗുഡ് മോർണിംഗ്. എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയല്ലേ സാൻഡ്ര? ആ സർ, എല്ലാം ഓക്കെയാണ്. ഒരു കുറവും വരാൻ പാടില്ല. എന്റെ കെയർ ഓഫിൽ നടക്കുന്ന വിവാഹവും എല്ലാം ഞാൻ നോക്കുന്നുണ്ട് സർ. ആൾക്കൂട്ടം ഒഴിവാക്കി സെലക്റ്റീവായ ഓഡിയൻസിനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം ട്രഡീഷണൽ മാരേജിനെ പോലെ തന്നെയാണ്. ഓക്കെ, എന്നാ പിന്നെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. Come on. വരൂ സർ, കം.
സരോജൻ ചേച്ചി, ഈ വിവാഹത്തിന് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒന്നുമില്ലേ? ഇത് 8,000 രൂപയുടെ പട്ടുസാരിയോ? ഫോട്ടോയിൽ കാണാൻ നല്ല രസമായിരിക്കും, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് പപ്പിയന്റെ അല്ലല്ലോ കല്യാണ പെണ്ണ്. ഫോട്ടോ എടുക്കണമെങ്കിൽ സ്റ്റുഡിയോ പോയി എടുത്താ പോരെ? പെട്ടെന്നുള്ളൊരു കല്യാണം ആയതുകൊണ്ട് ഫോട്ടോഗ്രാഫറെ ഒന്നും വിളിച്ചു കാണില്ല അല്ലേ സരോജ ആന്റി? ഓ, ഒരു ഫോട്ടോഗ്രാഫറിനെ കിട്ടാനാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? പാവം ശ്രീയുടെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ? അവക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങനെ ഒരു ഒപ്പിച്ച് കല്യാണം നടത്തുന്നതില്. ആര് പറഞ്ഞു ഒപ്പിച്ച കല്യാണമാണെന്ന്? ആൾക്കാര് കുറവാണെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല റിച്ചാ. മാത്രമല്ല 2 TV ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കല്യാണം അടിപൊളി ആയിരിക്കുന്നുള്ളത് ഉറപ്പാ. സരോജ ചേച്ചി, ദേ പയ്യനും കൂട്ടരും വരാറായെന്ന്. അവരെ സ്വീകരിക്കാനുള്ള ബൊക്കയും തട്ടവും പനിനീരും ഒക്കെ റെഡിയാണോന്ന് ചോദിച്ചു. എല്ലാം എന്റെ അടുത്ത് വന്ന് ചോദിച്ചാ എനിക്ക് 2 കയ്യല്ലേ ഉള്ളൂ. ചോദിച്ചവരോട് വന്ന് നോക്കാൻ പറ, ഇതെല്ലാം പരിശോധിക്കാൻ. സരോജൻ ചേച്ചിയോട് അല്ലാതെ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? കല്യാണ പെണ്ണിന്റെ അമ്മയാ സരോജൻ ചേച്ചി. എന്തിനാ ചേച്ചി ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആര് ദേഷ്യപ്പെട്ടു? പപ്പി, വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുതേ. ആഹാ, ഇതിനെയാണ് ദേഷ്യം എന്ന് പറയുന്നത്. സാധനങ്ങൾ എവിടെയാണെന്ന് ആന്റി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ശരണ്യെ, എല്ലാം മണ്ഡപത്തിന്റെ പിറകിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവിടെ ചെന്നെടുത്താ മതി. അപ്പൊ ചേച്ചി വരുന്നില്ലേ അങ്ങോട്ട്? ഓ, അത് ശരിയാ, ഞാനും വരണോ അല്ലേ? പപ്പി, നീയും കൂടെ വന്നേ. പിള്ളേരെ, നിങ്ങളും വാ വാ. എടാ സച്ചി, ഇന്ന് നിന്റെ കല്യാണമാണേ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് ടെൻഷനൊന്നുമില്ലല്ലോ. ഒടുവില് കൈവിറയ്ക്കുന്നൊന്നും പറഞ്ഞേക്കല്ലേ. എന്റെ അമ്മയൊന്ന് പതുക്കെ പറ, ആൾക്കാർ കേക്കും. കൈവിറയ്ക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അമ്മ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കായിരുന്നാ മതി. വാ. എന്താടി മണിക്കൂറുകളായല്ലോ ഒരേ സൈലൻസ്. മരിക്കാൻ പോകുന്നതിന്റെ കണ്ണില് ജീവിതം മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങുന്നു പറയുന്നത് പോലെ കല്യാണത്തിന് മുമ്പ് ഭൂതകാലം ഓർമ്മിക്കുകയാണോ നീ? ഏതായാലും സച്ചിൻ നിന്റെ അച്ഛന്റെ കടയില് രാജനന്ദിനി സാരി വാങ്ങാൻ പോയതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം.
അല്ലെങ്കിൽ ഇന്ന് ഈ വിവാഹം നടക്കില്ലായിരുന്നു. മതി, ഇന്ന് എന്റെ വിവാഹമാണ്. എന്നിട്ടും നീ എന്തിനെങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നേ? എന്റെ ആത്മവിശ്വാസം നശിപ്പിക്കുകയാണോ നിന്റെ ഉദ്ദേശം? ഓ ഐ സി, ഇന്ന് നിന്റെ വിവാഹമാണല്ലേ? ഞാൻ അറിഞ്ഞില്ല. കൺഗ്രാറ്റ്സ്. കൃഷ്ണ മതി, കൂടുതൽ പറഞ്ഞു ബോറാക്കണമെന്നില്ല. ബോറാക്കലല്ല, സങ്കടപ്പെടല. നീ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു ശ്രീ? എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഹോ, ഭയങ്കരം തന്നെ. ഇന്നലെ കണ്ട ഒരുത്തനുമായിട്ട് ഇന്നിതാ കല്യാണം. നമിച്ചു നിന്നെ. എടി, സച്ചി അല്ലെങ്കിൽ വേറൊരാള് എന്നെ നല്ലോണം നോക്കുന്ന ഒരാളിന്റെ കയ്യില് എന്നെ പിടിച്ചേൽപ്പിക്കണമെന്നേ എന്റെ അച്ഛൻ ആഗ്രഹമുള്ളൂ. എന്തിനു നമ്മൾ ഈ 11 മണിക്കൂറില് ഇനി ഇതൊക്കെ സംസാരിക്കുന്നത്? നോക്ക്, ഇന്ന് നിന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വിവാഹമാണ്. നീ വേണം എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടതും ഇത് ഭംഗിയായി നടത്തി തരേണ്ടതും. എന്റെ തലയിലെഴുത്ത്. നീ സങ്കടപ്പെടുന്നത് കാണാതിരിക്കാനാ ദീപു നാട്ടിലേക്ക് പോയി കളഞ്ഞത്. എനിക്ക് പക്ഷെ മാറി നിൽക്കാൻ വേറെ ഒരു ഇടവുമില്ല. അല്ലെങ്കിൽ ഞാനിതൊന്നും കാണാൻ ഇന്നിവിടെ നിൽക്കാതെ എവിടേക്കെങ്കിലും പോവായിരുന്നു. എടി പെണ്ണെ, എനിക്ക് വിഷമൊന്നുമില്ല. ഐ എം വെരി ഹാപ്പി നൗ. ദയവ് ചെയ്ത് നീ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാതിരുന്നാ മതി. അത് നിന്റെ നാടക ഡയലോഗ്. ഞാനിപ്പോഴും ഈ വിവാഹം മുടങ്ങാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക മനസ്സില്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ക്ലൈമാക്സിൽ എങ്ങനെയൊക്കെ വിവാഹം മുടങ്ങുന്നത്? ഇവിടെ അങ്ങനെ എന്തെങ്കിലും? കൊള്ളാം, ബെസ്റ്റ് ഫ്രണ്ടിന്റെ വിവാഹം മുടക്കാൻ പ്രാർത്ഥിക്കുന്നോടി നീ ദുഷ്ടത്തി. ഇനി അതിനൊന്നും കഴിയില്ല കൃഷ്ണ. ഈ വിവാഹം നടന്നേ തീരൂ. ഒപ്പം ഒറ്റ കാര്യം എനിക്ക് ചെയ്യാനേ ഉള്ളൂ. എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് എനിക്ക് സച്ചോട് എല്ലാം തുറന്നു പറയണം. അത് ഈ അവസാന നിമിഷമാണെങ്കിലും അങ്ങനെ ചെയ്തേ പറ്റൂ. എന്താടി ഒരു ആലോചന? നീ തന്നെ പറ. വിവാഹത്തിന് മുമ്പ് ഞാൻ എല്ലാം സച്ചോട് തുറന്നു പറയുന്നതല്ല നല്ലത്? എന്ത് തോന്നുന്നു നിനക്ക്? പറഞ്ഞ വിവാഹം മുടങ്ങോ? എങ്കി ഇപ്പൊ തന്നെ പോയി പറയാ, ഞാനും വരാൻ കൂടെ. എന്താടി ഇത്? ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. ആരെങ്കിലും കേട്ടാൽ തന്നെ കുഴപ്പമാവുമല്ല. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ശ്രീ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാകുന്നേ ഇല്ല. നീ നോക്ക്, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനായി നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാമോ നിനക്ക്? മനസ്സ് പറയുന്നത് കേൾക്കണം, അത്ര തന്നെ. അതെ, മനസ്സ് പറയുന്നത് കേൾക്കണം, അത്ര തന്നെ. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. എക്സ്ക്യൂസ് മീ മാഡം, പ്ലീസ് കം. വരണം. പിന്നെ എല്ലാ അറേഞ്ച്മെന്റ്സും ഓക്കെ അല്ലേ മാഡം? ഒന്നിനും ഒരു കുറവും ഇല്ലല്ലോ അല്ലേ? വെരി നൈസ് മിസ്റ്റർ ജേക്കബ്. നിങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് ഇത്ര പക്കയാണെന്ന് ഞാൻ കരുതിയില്ല. ഇറ്റ്സ് ഗുഡ്. താങ്ക് യു മാഡം. മാഡത്തിന് വിവാഹത്തിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നല്ലോ.
ഏയ് അങ്ങനെയൊന്നുമില്ല. ശ്രീലക്ഷ്മി ഈസ് മൈ കൊളീഗ്. അതുമല്ല, ആ കുട്ടി നമ്മുടെ എല്ലാം വളരെ ഫേവറേറ്റ് അല്ലേ? സോ ഈ വിവാഹം ഭംഗിയായിട്ട് നടത്തേണ്ടത് നമ്മുടെ എല്ലാം ചുമതലയല്ലേ മിസ്റ്റർ ജേക്കബ്? ഓക്കെ നടക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി മാഡം. ഓക്കെ. ആ ശരി മാഡം. അമ്മ എത്തിയല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. പ്ലീസ് കം. നമുക്ക് അങ്ങോട്ടിരിക്കാം. നോക്കിയിരിക്കും. ഇവിടെ ഒന്നൊരു സെൽഫി എടുക്കാം. ബ്രദറിനോയുടെ വിവാഹം ആദ്യം നടക്കുമെന്നാ ഞാൻ വിചാരിച്ച. പക്ഷെ അതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. ഉടനെ നമുക്കൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചേ പറ്റൂ. ഏതായാലും ശ്രീലക്ഷ്മി ഈസ് വെരി ലക്കി എന്ന് ഞാൻ പറയൂ. ഇത്രയും നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടിയില്ലേ? അതെ താൻ നോക്കി പറയക്ക, ചേട്ടായിയുടെ വിവാഹം ഉടനെ നടന്നിരിക്കും. ഇതിനേക്കാളൊക്കെ ഗ്രാൻഡ് ആയിട്ട്. അമ്മേ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം.